ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതുൾപ്പെടെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഇലക്ഷൻ സ്റ്റണ്ടാണെന്ന പ്രതിപക്ഷ ആരോപണത്തെ തള്ളി തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങൾക്ക് മുൻപാകെ വച്ച വികസന പ്രവർത്തനങ്ങളുടെയും ജനക്ഷേമ പദ്ധതികളുടെയും മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതെന്ന് മന്ത്രി വി.എൻ. വാസവൻ കണ്ണൂരിൽ പറഞ്ഞു. പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുകയും നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന സർക്കാരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടേതെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 900 കാര്യങ്ങളടങ്ങിയ മാനിഫെസ്റ്റോ ആയിരുന്നു പ്രസിദ്ധീകരിച്ചത്. അതിൽ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. പുതിയ പ്രഖ്യാപനമെന്ന് പ്രതിപക്ഷം പറയുന്നതിൽ ഒരടിസ്ഥാനവുമില്ല. അവർ വിഷമം കൊണ്ട് പറയുന്നതാണ്. എന്ത് വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോഴും പ്രതിപക്ഷം ഇങ്ങനെ ചില വിമർശനങ്ങൾ നടത്തും. അവരത് നടത്തിക്കോട്ടെ. കേരളത്തിൽ പിണറായി സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുകയും നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പറയുകയും ചെയ്യുകയാണ്. ഒന്നാം പിണറായി സർക്കാർ 600 കാര്യങ്ങളടങ്ങിയ മാനിഫെസ്റ്റോ നടപ്പാക്കാനാണ് ശ്രമിച്ചത്. അതിൽ 570 കാര്യങ്ങൾ നടപ്പാക്കി. രണ്ടാം പിണറായി സർക്കാർ 900 കാര്യങ്ങളടങ്ങിയ മാനിഫെസ്റ്റോ ആണ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചപ്പോൾ പ്രസിദ്ധീകരിച്ചത്. അത് ഓരോന്നോരോന്നായി നടപ്പാക്കി വരികയാണ്. അതിൽ ഒരു പ്രഖ്യാപനമായിരുന്നു അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമെന്നത്. അത് പൂർത്തിയായി കഴിഞ്ഞു. പറഞ്ഞ കാര്യങ്ങൾ ഇനിയും നടപ്പാക്കാനുണ്ട്. അതോടൊപ്പം ചിലത് കൂട്ടിച്ചേർക്കാനുമുണ്ടാവും. നെല്ലിന്റെ വിലവർധനയും റബ്ബറിന്റെ വിലവർധനയുമെല്ലാം അത്തരം കാര്യങ്ങളാണെന്നും മന്ത്രി പറഞ്ഞു. പൊതുവിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ജനങ്ങളുടെ മുമ്പിൽ 900 കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ചു. ആ മാനിഫെസ്റ്റോയിൽ പ്രസിദ്ധീകരിച്ചിരുന്ന കാര്യങ്ങളാണ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നുള്ള കാര്യം, വീട്ടമ്മമാരുടെ പെൻഷന്റെ കാര്യം, അതുപോലെ വിവിധ ക്ഷേമ പദ്ധതികൾക്ക് രൂപവും ഭാവവും നൽകും. ഇതൊരു പുതിയ രൂപത്തിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചതെന്ന് പ്രതിപക്ഷം പറയുന്നതിലൂടെ അടിസ്ഥാനമില്ല. ഏത് നല്ല കാര്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴും നിങ്ങൾക്കറിയാം പല രൂപത്തിലുള്ള വിമർശനങ്ങളുമായിട്ടാണ് എല്ലാ കാലത്തും പ്രതിപക്ഷം വരാറ്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 1ഉം 2ഉം പിണറായി സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പറയുകയും ചെയ്ത ഗവൺമെന്റ്. നിങ്ങൾക്കറിയാം ആദ്യഘട്ടത്തിൽ ഏതാണ്ട് 600 കാര്യങ്ങളായിരുന്നു ഒന്നാം പിണറായി സർക്കാർ മാനിഫെസ്റ്റോയിൽ പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ 570 കാര്യങ്ങൾ നടപ്പാക്കി. ബാക്കി പിന്നീട് നടപ്പാക്കി. അതുപോലെ രണ്ടാമത്തെ പിണറായി സർക്കാർ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിൽ 900 കാര്യങ്ങളാണ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അതിൽ ഓരോന്നോരോന്നായി ആദ്യഘട്ടം മുതൽ നടപ്പാക്കി. സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കുമെന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അത് മതി. കൊച്ചി മെട്രോയും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവും വാട്ടർ മെട്രോയുമെല്ലാം ഉദാഹരണങ്ങളാണ്. UDF സർക്കാരിന്റെ കാലത്ത് 18 മാസം വരെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വന്നിട്ടില്ലേയെന്നും മന്ത്രി ചോദിച്ചു. ന്യൂസ് ഡെസ്ക് ഗ്രാമിക.